കോൺഗ്രസിന്റെ 2 ദിവസത്തെ ക്യാമ്പ് വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. എംപിമാരും MLA-മാരും ഉൾപ്പെടെ 157 പേരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. KC വേണുഗോപാൽ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്ത് എന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ എണ്ണം എടുക്കുന്നതും MP-മാർ മത്സരിക്കുമോ ഇല്ലയോ എന്ന് ചർച്ച നടത്തുന്നതുമൊക്കെ CPM-ന്റെയും BJP-യുടെയും താല്പര്യമാണ് എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഏത് പ്രതികൂല സാഹചര്യത്തിലും 85 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ബത്തേരിയിൽ നടക്കുന്ന നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടം ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ 2 ദിവസത്തെ ക്യാമ്പിന് കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിർണായകമായ പല വിഷയങ്ങളിലും ഈ ക്യാമ്പിൽ തീരുമാനമുണ്ടാകും. 2024-ൽ മിഷൻ 2025 പ്രഖ്യാപിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇറങ്ങിയപ്പോഴും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു ക്യാമ്പ്. ഇപ്പോൾ ആ ക്യാമ്പിന്റെ പേര് ലക്ഷ്യ എന്ന് മാറ്റിയിട്ടുണ്ട്. ലക്ഷ്യയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി നടപ്പാക്കാനായാൽ വൻ വിജയമാണ് UDF-ഉം കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പോലെ ആകില്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയം തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് 1 ഡസനിലധികം MP-മാരാണ്. മുൻ KPCC അധ്യക്ഷന്മാരും താല്പര്യം പ്രകടിപ്പിക്കുന്നു. ആരൊക്കെ മത്സരരംഗത്തുണ്ടാകും? എന്താകും സ്ഥാനാർത്ഥി നിർണയത്തിലെ പൊതുമാനദണ്ഡം? ഈ വിഷയങ്ങളിലെല്ലാം വിശദമായ ചർച്ച നടക്കുകയാണ്. ആരും സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടതില്ല എന്ന് ഇന്ന് KC വേണുഗോപാൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ് മണിക്കൂറുകൾ പിന്നീട് മുൻപാണ് KCയുടെ പ്രതികരണം. നമ്മളാരും ഇന്നയാണ് സ്ഥാനാർത്ഥികളാകും അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാവുന്നില്ല, സ്വയം പ്രഖ്യാപനം നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നമുക്കെല്ലാവരോടും പറയാനായിട്ടുള്ളത്. നമ്മൾ പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള സാഹചര്യങ്ങളെ കാത്തിരിക്കുക, അതിനുവേണ്ടി നിൽക്കുക. മുന്നണി ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എക്കാലത്തും തിരഞ്ഞെടുപ്പുകളിൽ UDF-ന് തിരിച്ചടിയാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. ഇത്തവണ അത് ആവർത്തിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്നത് രമേശ് ചെന്നിത്തലയും K മുരളീധരനുമാണ്. പാർട്ടിക്കുള്ളിലെ അഭിപ്രായം പാർട്ടിയിൽ തന്നെ പറയണമെന്ന് ശശി തരൂർ പറഞ്ഞു വെക്കുന്നതും ഏറെ കൗതുകത്തോടെയാണ് യോഗത്തിനെത്തിയ പ്രതിനിധികൾ കണ്ടത്. എന്തായാലും ചർച്ച ഇന്ന് പുരോഗമിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം വിലയിരുത്തുകയാണ് ആദ്യ ദിവസം. നാളെയാകും പ്രതിപക്ഷ നേതാവ് മിഷൻ 2025 പ്രഖ്യാപിക്കുക. പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം വിളിച്ച് യോഗം നടക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് തന്ത്ര വിദഗ്ധൻ സുനിൽ കനകോലുവും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനകോലുവിന്റെ തന്ത്രങ്ങൾ വിജയം കണ്ടു എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സുനിൽ കനകോലുവിനെ ഒപ്പം കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടിയുടെ തീരുമാനം. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഷിജിൻ നരപ്പറ്റിക്കൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.